നമ്മുടെ ഈ കർക്കിടക മാസത്തിൽ എപ്പോഴും ഹെൽത്തി ഫുഡ് കഴിക്കണമെന്ന് പറയണതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? ഈ സമയത്ത് എന്ത് കഴിച്ചാലും നമ്മുടെ ശരീരത്തിൽ നല്ല ഫലം കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയണത്. നമ്മൾ ഇന്ന് കർക്കിടകത്തിനൊക്കെ ഉണ്ടാക്കൂലേ, അവലും വെള്ളം, അതാണ് കേട്ടോ ഉണ്ടാക്കണത്. അത് കേടുകൂടാതെ ദിവസങ്ങളോളം സൂക്ഷിക്കാം. എങ്ങനെയാണെന്ന് വീഡിയോയിലൂടെ കാണിച്ചു തരും കേട്ടോ. അപ്പോൾ കുഞ്ഞുമക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ വളരെയധികം ഹെൽത്തിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനുവേണ്ടി നമ്മളിവിടെ കുറച്ച് കപ്പലണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തോലൊക്കെ കളഞ്ഞു വെച്ചതാണ്. പിന്നെ നമ്മൾ എടുത്തേക്കണ എള്ളാണ്. എള്ള് ഞാൻ നന്നായി കഴുകിയിട്ട് ഉണക്കിയെടുത്തതാണ് കേട്ടോ ഈ എള്ള്. പിന്നെ അതുപോലെ തന്നെ മട്ട അവല എടുത്തേക്കണത്. അവല എടുക്കുമ്പോൾ എപ്പോഴും മട്ട അവല എടുക്കാൻ നോക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എടുത്തേക്കണത് കരിപ്പെട്ടി ഇതിൻ്റെ പകുതി മതി കേട്ടോ. ഞാൻ ഇത് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ചുക്ക് എടുത്തിട്ടുണ്ട്, 2 ഏലക്ക എടുത്തിട്ടുണ്ട്. ചുക്കും ഏലക്കയും പൊടിച്ചെടുക്കണം കേട്ടോ. ഞാൻ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ ഒരു ക്വാണ്ടിറ്റിയൊക്കെ കാണിച്ചത്. നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ കുറച്ചുകൂടെ എടുക്കണം കേട്ടോ. ഇനി നമ്മളൊരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് കരിപ്പെട്ടി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഉരുക്കിയെടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റി. എന്താണെന്ന് വെച്ചാൽ ഈ കരിപ്പെട്ടി നന്നായിട്ട് ഉരുക്കി വന്ന ശേഷം അതിലോട്ട് നമ്മൾ പൊടിപ്പിച്ച ചുക്കും ഏലക്കയും കൂടി ഇട്ട് നന്നായി തിളപ്പിച്ചെടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടോ. ആ വീഡിയോ ക്ഷമിക്കണം, എനിക്കത് കാണിക്കാൻ പറ്റിയില്ല വീഡിയോയിലൂടെ. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് അങ്ങനെ ചെയ്തോളൂ കേട്ടോ. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇത് തിളച്ച് വരുമ്പോൾ ചുക്കുപൊടിയും ഏലക്കപ്പൊടിയും ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിനകത്ത് കഴുകി വൃത്തിയാക്കി വെച്ചേക്കണം എള്ള് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്, കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കൈ മാറ്റാതെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു പൊട്ടലൊക്കെ വരും കേട്ടോ. ആ പൊട്ടണ സൗണ്ട് വരുമ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഒരു പരന്ന പാത്രത്തിലിടാം. ഇനി നമുക്ക് അവലിട്ട് കൊടുക്കാം. അവൽ ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇത് പെട്ടെന്നാവും. തീ കൂട്ടി വയ്ക്കരുത് കേട്ടോ, കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഈ മട്ട അവലിൽ ഒരുപാട് നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിക്കുന്നതുകൊണ്ട് ഊർജ്ജം നൽകും കേട്ടോ. അതുപോലെ ഇരുമ്പ്, ബി വിറ്റാമിനുകൾ, പിന്നെ കൊഴുപ്പ് കുറവാണ് കേട്ടോ അതിൽ പൊതുവെ. പിന്നെ വയർ നിറഞ്ഞതായി തോന്നുന്നത് കൊണ്ട് തന്നെ നമുക്ക് വിശപ്പ് നിയന്ത്രിക്കാൻ സഹായിക്കും കേട്ടോ. അതുപോലെ എളുപ്പത്തിൽ ദഹിക്കും. ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് മാക്സിമം കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ അവിലൊക്കെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിതും ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കപ്പലണ്ടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. കപ്പലണ്ടി കരിഞ്ഞു പോകാതെ നോക്കണേ. നമ്മുടെ കപ്പലണ്ടിയിൽ ഒരുപാട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഹൃദയാരോഗ്യത്തിന് നല്ല കൊഴുപ്പങ്ങൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കപ്പലണ്ടിയിൽ. അതുപോലെ ഊർജ്ജം നൽകാൻ സഹായിക്കും. നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിറ്റാമിൻ ഇ, മഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം ഇവയൊക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. തലച്ചോറിൻ്റെ പ്രവർത്തനത്തിന് സഹായിക്കുന്ന പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണത്തിന് സഹായിക്കും ഈ അളവോടുകൂടി കഴിക്കുകയാണെങ്കിൽ കേട്ടോ. ഇപ്പം നമ്മുടെ കപ്പലണ്ടി നന്നായി വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതും ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ ഒരു അരമുറിയിൽ കുറവാണ് കേട്ടോ ഞാൻ എടുത്തേക്കണത്. നമ്മൾ ഈ തേങ്ങ നല്ല രീതിയിൽ വറുത്തെടുക്കണം. ഈ തേങ്ങ നല്ല രീതിയിൽ വറുത്തെടുത്താൽ മാത്രമേ നമ്മുടെ ഈ അവലും എള്ളും ഒരുപാട് ദിവസം നിൽക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ സാധനം പെട്ടെന്ന് ചീത്തയായി പോകും. അതുകൊണ്ട് നല്ല ബ്രൗൺ കളർ ആക്കി എടുക്കണം കേട്ടോ നമ്മുടെ തേങ്ങ. പെട്ടെന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആക്കാൻ നോക്കരുത്. ചെറിയ തീയിൽ വെച്ച് തന്നെ നമ്മളിതൊന്ന് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അത് നോൺ സ്റ്റിക്ക് ആകുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. അത് നല്ല രീതിയിൽ നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. ഈ ഒരു കളർ കിട്ടുന്നോടം വരെ നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഞാൻ കുറച്ച് സമയം പിടിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കളർ കിട്ടിയത് തന്നെ. ഇതിലോട്ട് വേണം നമ്മൾ ഈ കരിപ്പെട്ടി ഉരുക്കി വെച്ചില്ലേ അത് ഒഴിക്കാൻ കേട്ടോ. വീണ്ടും അബദ്ധം പറ്റിയിട്ടോ. നമ്മൾ ഈ ഒഴിക്കുന്നതിൻ്റെ വീഡിയോ ഓഫായിരുന്നേ, ഓണായിരുന്നില്ല. സോറി കേട്ടോ. ഞാൻ വിചാരിച്ചു ഓണായി കിടക്കുകയെന്ന്. അത് ഓഫായിരുന്നു കേട്ടോ. അത് ഒഴിച്ച് അത് തിളച്ച് വന്നപ്പോഴാണ് ഞാൻ കാണണത് അത് ഓഫായി കിടക്കുമായിരുന്നു. ഞാനത് ഒഴിച്ചു. ഒരു 3/4 ഭാഗത്തോളമാണ് ഞാൻ ഒഴിച്ചത് കേട്ടോ. അത് ഒഴിച്ചിട്ട് ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാടിട്ട് വറ്റിക്കരുത്. അതുപോലെ തന്നെ ഒരുപാട് ലൂസാവുകയും ചെയ്യരുത്. ഒരു മീഡിയം, ഈ ഒരു അളവ് കറക്റ്റ് പാകമാണ് കേട്ടോ. ഈ ഒരു അളവിൽ ഈ സമയത്ത് നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയെ. ആദ്യം നമ്മൾ എള്ളിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചീശെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ. ഓരോന്ന് ഇട്ടതും ഇളക്കി കൊടുക്കണേ. ഞാൻ കുറച്ച് കരിപ്പെട്ടി ഉരുക്കിയത് മാറ്റി വയ്ക്കാൻ കാരണം എന്താണെന്നറിയാമോ? നമ്മളിത് ഇളക്കി കഴിയുമ്പോൾ കുറച്ച് ടൈറ്റായി പോയാൽ കുറച്ചുകൂടെ ഒഴിക്കാൻ വേണ്ടിയാട്ടോ കുറച്ച് മാറ്റി വെച്ചത്.
എള്ള് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം പിന്നെ നമുക്ക് അവലിട്ട് കൊടുക്കാം കേട്ടോ. അവൽ ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അവൽ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കപ്പലണ്ടി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അറിയാം ഇത് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടെന്ന് കാണുമ്പോൾ അറിയാമല്ലേ. അപ്പം നമ്മൾ നേരത്തെ ഉരുക്കി വെച്ച് കരിപ്പെട്ടിയില്ലേ അതിന് കുറച്ച് മാറ്റി വെച്ചു എന്ന് പറഞ്ഞില്ലേ, അത് ഈ സമയത്ത് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് മാറ്റി വയ്ക്കുന്നതുകൊണ്ട് ഇതാണ് കേട്ടോ ഗുണം. ഞാൻ എപ്പോഴും ഇങ്ങനെ കുറച്ച് മാറ്റി വയ്ക്കുക, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം, കൂടിപ്പോകാണ്ടിരിക്കാനും കുറഞ്ഞു പോകാനൊക്കെ കേട്ടോ. എന്നിട്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊരു വേറൊരു പാത്രത്തിലോട്ടാക്കാം. വളരെ രുചിയും ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ അവലും എള്ളും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിത് 2 ബോട്ടിലോട്ടായിട്ട് മാറ്റി വെച്ച് ഇതിൻ്റെ ചൂടൊക്കെ മാറിയപ്പോൾ ഒരു ബോട്ടിൽ ഒരു ദിവസം കൊണ്ട് തീർന്നു കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്, അത്രയ്ക്കും ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി കർക്കിടക റെസിപ്പീസ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.